ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന കഥയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ താൻ സ്റ്റാൻലി ജോസഫിൻ്റെ മകളാണെന്ന സത്യം അലീന തന്നെ ജോലിക്കാർക്ക് മുമ്പിൽ വിളംബരം ചെയ്തിരിക്കുകയാണ്. അത് കേട്ട് സ്റ്റാൻലി ഔതക്കുട്ടിച്ചായനും ഒന്ന് ഞെട്ടുന്നുണ്ട്. അവരൊട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല അലീന ഇങ്ങനെ ഒരു പരസ്യപ്രഖ്യാപനം ചെയ്യുമെന്ന്. അടുക്കളയിൽ പൗലൂസുമായി ഉണ്ടായിരുന്ന വഴക്കിനെ തുടർന്നാണ് അലീനയ്ക്ക് താൻ ആരാണെന്ന സത്യം വെളിപ്പെടുത്തേണ്ടി വന്നത്. ജോലിക്കാരുമായി അലീന വഴക്കിടുന്നത് സ്റ്റാൻലിക്ക് ഒരു കുറച്ചിലായി തോന്നി. തർക്കിക്കുന്നുണ്ടെങ്കിൽ അത് തരക്കാരുമൊത്തു വേണം എന്ന പ്രകൃതക്കാരനാണ് സ്റ്റാൻലി. മാത്രമല്ല, അലീന തൻ്റെ സ്വന്തം മകളാണെന്ന് ഒരു ക്ലബിൽ ഒരു ഫംഗ്ഷൻ വെച്ച് അനൗൺസ് ചെയ്യാനിരുന്നതാണ് സ്റ്റാൻലി. അതെല്ലാം ഇതോടെ തകർന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു ദേഷ്യവും സ്റ്റാൻലിക്കുണ്ട്. അലീനയെ സ്റ്റാൻലി സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അലീനയുടെ ഉരുളയ്ക്കുപ്പേരി പോലുള്ള മറുപടികൾ അയാളെ ക്ഷുഭിതനാക്കി. അലീന പറയുന്നുണ്ട്, പപ്പ ഒരു കാര്യം ചെയ്യാമോ? കുറച്ച് ദിവസത്തേക്ക് ഈ വീട് എന്നൊന്ന് ഏൽപ്പിച്ചതാ. ഞാനിവിടെ ഒന്ന് അടുക്കി പെറുക്കാം. പപ്പയുടെ ഒരു കാര്യത്തിനും ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് 1 മാസം കഴിയുമ്പോൾ ഞാൻ ഈ വീട് നടത്തിയപ്പോഴത്തെ ചെലവും പപ്പയുടെ ജോലിക്കാർ ഈ വീട് നടത്തിയപ്പോഴത്തെ ചെലവും ഒന്ന് തട്ടിക്കിഴിച്ച് നോക്കണം. പഴയതിൽ നിന്നും എത്ര കുറച്ച് പൈസയാണോ ഞാൻ ചെലവാക്കിയത് അത്രയും തുക പപ്പ എനിക്ക് തരികയും വേണം. അങ്ങനെ മുമ്പോട്ട് പോയാൽ എനിക്കും കുറച്ച് പൈസ സമ്പാദിക്കാമല്ലോ. അലീനയുടെ ഈ വർത്തമാനം കേട്ടിട്ട് സ്റ്റാൻലിക്ക് ചിരി വന്നു. അയാൾ പറയുന്നുണ്ട്, മോളെ, നിനക്ക് എത്ര രൂപ വേണം? 1 ലക്ഷം, 2 ലക്ഷം, അതോ 5 ലക്ഷം വേണോ? നീ എത്ര ചോദിച്ചാലും ഞാൻ തരും. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, എനിക്ക് പപ്പയുടെ ഒരു പൈസ പോലും വേണ്ട. അലീന, എനിക്ക് എന്നോട് ഒരാളും തർക്കിക്കാൻ വരുന്നത് ഇഷ്ടമല്ല. ഉപദേശിക്കാനും പഠിപ്പിക്കാനും വരുന്നവരെ എനിക്ക് ഒട്ടും താല്പര്യമില്ല. പെൺകുട്ടികൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് അനുസരണയാണ്. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ എന്നെയും ഒരു പട്ടിക്കുട്ടി കിടത്തിയാൽ പോരെ? അവിടെയാവുമ്പോൾ ഞാൻ പുറത്തിറങ്ങില്ലല്ലോ. സ്റ്റാൻലിക്ക് അത് നന്നായി കൊണ്ടു. അയാൾക്ക് ദേഷ്യം വരാൻ തുടങ്ങി. അയാളോട് ആരും ഇതുവരെ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. ഇവിടെ ഇപ്പം എന്താ കുഴപ്പം? നീ അത് പറ. കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ നേരിട്ട് കണ്ടതല്ലേ അടുക്കളയിലെ തോന്നിവാസങ്ങളൊക്കെ. ശരിക്കും തട്ടിപ്പും വെട്ടിപ്പും തന്നെയാണ് നടക്കുന്നത്. വീട്ടിലെ കിച്ചണിൽ എത്രയാണെങ്കിൽ തോട്ടത്തിൽ എത്രയായിരിക്കും? എൻ്റെ കൊച്ചേ, അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്നേ. കുറച്ചൊക്കെ നമ്മൾ അവരെ വിശ്വസിക്കണം. എങ്കിലേ അവർ നന്നായിട്ട് ജോലി ചെയ്യൂ. പപ്പ, നന്നായിട്ട് അവർ ചെയ്യുന്നില്ലല്ലോ. പപ്പ കുറച്ചു മുമ്പേ പറഞ്ഞില്ലേ, കറിയിൽ അവർ ഇത്തിരി ഉപ്പ് കൂട്ടിയാലോ അല്ലെങ്കിൽ എരിവും പുളിയും കുറച്ചാലോ നമ്മുടെ ഭക്ഷണത്തിൻ്റെ രുചി പോകുമെന്ന്. നന്നായിട്ട് ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ കറിയിൽ ഉപ്പ് കുറയ്ക്കുന്ന ജോലിക്കാരൻ അവൻ ആത്മാർത്ഥമുള്ളവനാണോ? നമ്മൾ വഴക്ക് പറഞ്ഞാൽ അതിന് പകരം വീട്ടാൻ വേണ്ടി നമ്മുടെ ചായയിൽ തുപ്പുന്ന ആളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ പപ്പ? അലീന, നമുക്ക് ഈ സംഭാഷണം ഇവിടെ വെച്ച് നിർത്താം. കുറച്ച് വർഷങ്ങളായിട്ടുള്ള ശീലങ്ങളാണ് ഇവിടെയുള്ളവരുടെ എല്ലാം. ഞാനും പിശുക്കി ജീവിച്ചിട്ടൊന്നുമില്ല. ധാരാളം വിഭവങ്ങളുള്ള ഊണുമേശയിലിരുന്നേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. അതിൽ എത്ര ഭാഗം ഉപയോഗിക്കപ്പെടുന്നുണ്ട്, എത്ര ഭാഗം വേസ്റ്റ് ആവുന്നുണ്ടെന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല. ഇത്രയും കാലം ഞാൻ അങ്ങനെയാണ് ജീവിച്ചത്. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, പപ്പ, ഇത്രയും പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. പപ്പയുടെ ഈ വില കൂടിയ ഊണുമേശയിൽ വില കൂടിയ ഭക്ഷണ സാധനങ്ങൾ എച്ചിലാക്കി കളയുമ്പോൾ അതിൽ നിന്ന് ഒരിത്തിരിയെങ്കിലും കിട്ടിയിരുന്നെങ്കിലോ എന്ന് കൊതിച്ച് കഴക്കൂട്ടത്തെ ഒരു ഓർഫനേജിൽ ഒരു പെൺകുട്ടി വിശന്നിരിക്കുന്നുണ്ടായിരുന്നു. പപ്പയുടെ മോള്. കഴിഞ്ഞ 23 വർഷക്കാലം. അത് പപ്പ മറന്നു പോരുത്. അത്രയും കേട്ടപ്പോഴേക്കും തലക്കടി കിട്ടിയതുപോലെ തരിച്ചു നിന്ന് പോയി സ്റ്റാൻലി ജോസഫ്. അത്രയും പറഞ്ഞ് ഒന്നും മിണ്ടാതെ അലീന അവിടെ നിന്ന് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഔതക്കുട്ടിച്ചായം വന്ന് സ്റ്റാൻലിയുടെ മുറിയിലേക്ക് നോക്കി. അയാൾ എപ്പോഴും മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശരി, നീ രാവിലെ തന്നെ തുടങ്ങിയോ? അതിന് സ്റ്റാൻലി മറുപടിയൊന്നും പറയുന്നില്ല. എന്താടാ, നിനക്ക് വല്ലാത്തൊരു ഗൗരവം? അപ്പച്ച, ഈ സ്ത്രീകളെല്ലാം ഒരേപോലെയാണോ? നമുക്ക് സ്വസ്ഥത തരത്തില്ലേ ഒരിക്കലും? എന്താടാ ലാലിച്ച, എന്താ പറ്റിയത്? അല്ല പച്ച, ഞാൻ ചിന്തിക്കുന്നത് അവൾ എന്തിനാ ഈ അനാവശ്യ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നേ? ഒരിടത്ത് അടങ്ങിയിരുന്നാ പോരെ? അടുക്കള കാര്യങ്ങളിൽ ഇടപെടണ്ടാന്ന് ഞാൻ അവളോട് പറയുന്നത് അപ്പച്ചനും കേട്ടതാണല്ലോ. എന്നിട്ട് ഇന്ന് രാവിലെ തന്നെ പൗലോസുമായി വഴക്കുണ്ടാക്കിയിരിക്കുന്നു. അതൊരു തരം അധിക പ്രസംഗമല്ലേ? അതിന് അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പൗലോസും കാണിച്ചതും തെമ്മാടിത്തരല്ലേ? അതും അവൾ നോക്കി നിൽക്കുമ്പോൾ അവളുടെ മുമ്പിൽ വെച്ച്. ഞാനും അവന് 2 വഴക്ക് പറഞ്ഞിട്ടാ പോന്നേ. ഇത് കേട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പച്ചൻ വഴക്ക് പറയുന്നത് പോലെയല്ല. അപ്പച്ചൻ പ്രായമായ ആളാ. എൻ്റെ അപ്പച്ചനാണെന്ന് അവനറിയാം. പൗലോസ് വെറും ഒരു അടുക്കളക്കാരനല്ല. എത്ര വർഷമായിട്ട് എൻ്റെ കൂടെ നിൽക്കുക. ഇതിനോടകം എത്രയോ പേർക്ക് അവൻ വെച്ച് വിളമ്പിരിക്കുന്നു. അവനുണ്ടാക്കുന്ന ഏത് ഫുഡും നന്നായിട്ടുണ്ടെന്നല്ലാതെ ഒരാളും ഇതുവരെ മോശം പറഞ്ഞിട്ടില്ല. അവൻ നോക്കുമ്പോൾ അവൻ്റെ പകുതി പ്രായം പോലും ഇല്ലാത്തൊരു പെങ്കുച്ച് വന്ന് അവൻ്റെ കൈക്ക് കയറി പിടിക്കുന്നു. അവനൊരു വാശിക്ക് അവളുടെ മുൻപിൽ വെച്ച് എന്തെങ്കിലും പൊങ്ങച്ചം കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഔതുക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, പൊങ്ങച്ചല്ലടാ, അഹങ്കാരം. അതുപോലൊരു വാശി അവൾക്കും ഇല്ലേ? അവൾ നിന്റെ മോളല്ലേ? നീ പറഞ്ഞ അനുസരിക്കുന്ന പോലെ തന്നെ അവൾ പറഞ്ഞാൽ അനുസരിക്കണ്ടേ? നിന്റെ ജോലിക്കാരല്ലേ? അല്ലെങ്കിൽ പിന്നെ അവൾക്ക് എന്താ ഇവിടെ ഒരു വില? ഔതുക്കുട്ടിച്ചായൻ അലീനയുടെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നത് കണ്ട് സ്റ്റാൻലി പറയുകയാണ്, അല്ല, അപ്പച്ചൻ പറയുന്നത് കേട്ടാ തോന്നും അവൾക്കിവിടെ ഒരു വിലയില്ലെന്ന്.
അവൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നത്. അവൾക്ക് എന്ത് സുഖസൗകര്യം വേണമെങ്കിലും ഏർപ്പാടാക്കി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു അവളോട്. അതൊന്നും അവൾക്ക് വേണ്ട. ഇവിടുത്തെ അടുക്കളയിൽ അവളുടേതായ ചില ചിട്ടകളും പരിഷ്കാരങ്ങളും കൊണ്ടുവന്ന് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം മതിയത്രേ. ഇത് കേട്ട് അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്. ആ, നീ അങ്ങ് വിട്ടുകൊടുക്കണം ലാലിച്ച. അവളുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ അവൾ ചെയ്യട്ടെ. അപ്പച്ചൻ ഇത് എന്തറിഞ്ഞിട്ടേ പറയുന്നേ? ഇവിടുത്തെ ജോലിക്കാരെല്ലാം പിണങ്ങിപ്പോയാൽ ഞാൻ എന്ത് ചെയ്യും അപ്പച്ച? 1-2 വർഷത്തിനുള്ളിൽ അവളെ ഞാൻ കെട്ടിച്ചു വിടും. പിന്നെ അവൾ അവളുടെ വഴിക്ക് പോവും. പിന്നെ ഞാൻ എന്നാ ചെയ്യും അപ്പച്ച? എനിക്ക് മനസ്സിനാണെങ്കിൽ ഒരു കുക്കിനെ എവിടെ ചെന്ന് കണ്ടുപിടിക്കുന്ന? ഇത് കേട്ടപ്പോൾ സ്റ്റാൻലി പറയുന്നതിലും ചെറിയൊരു കാര്യമുണ്ടെന്ന് അവതക്കുട്ടിച്ചായന് തോന്നി. അല്ല അപ്പച്ച, ഈ പെണ്ണുങ്ങളുടെ എല്ലാം സ്വഭാവം ഒരുപോലെയാണല്ലേ? അവർക്ക് ആരെങ്കിലും ഭരിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിട്ട് മറ്റുള്ളവർക്ക് ടെൻഷൻ ഉണ്ടാക്കി വെക്കണം. അപ്പൻ്റെയും ആങ്ങളമാരുടെയും ഭർത്താവിൻ്റെയും വാക്കൊക്കെ ധിക്കരിക്കണം. എങ്കിലേ അവർക്കൊരു സമാധാനം കിട്ടും. അപ്പച്ചൻ്റെ ചിന്നമ്മ ഇങ്ങനെയൊക്കെ ആയിരുന്നോ? നിന്റെ അമ്മേ നിനക്കറിയത്തില്ലടാ. ഇത് കേട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്. അമ്മച്ചി അനാവശ്യ കാര്യങ്ങൾ ഇടപെടാറില്ല എന്നായിരുന്നു എൻ്റെ ഒരു ഓർമ്മ. അപ്പച്ചനോട് വഴക്കുണ്ടാക്കി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പച്ചൻ്റെ അടുത്ത് തർക്കുത്തരം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമില്ല. ആ, അത് ശരിയാ. പുറമേക്ക് ഒന്നും പറയാറില്ലായിരുന്നു എന്ന് മാത്രം. പക്ഷേ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചിന്നമ്മ അവളുടെ പരാതികളൊക്കെ അഴിച്ചുവിടും. ഞാൻ ചുമ്മാ കേട്ടോണ്ട് കിടക്കും. പക്ഷേ ഇവിടുത്തെ ചിന്നമ്മ അപ്പോഴപ്പോൾ ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയും. അത്രേ ഉള്ളൂ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. അപ്പോഴേക്കും സ്റ്റാൻലി അടുത്ത പരിഭവം പറഞ്ഞു. അവൾ അവരുടെ മുമ്പിൽ വെച്ച് എൻ്റെ മകളാണെന്ന് പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അപ്പച്ചന്? അതിലെന്നതാ ശരിക്കേട്? നന്നായി പോയെന്നാ എനിക്ക് പറയാനുള്ളത്. എൻ്റെ പപ്പയുടേന്ന് അവൾ പറയുമ്പോൾ നീ അവളുടെ മുഖം നോക്കിയായിരുന്നു. നല്ല അഭിമാനത്തോടു കൂടിയാണ് അവൾ അത് പറഞ്ഞത്. എനിക്കത് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പച്ച, അതല്ല കാര്യം. അവളാണോ അത് പറയേണ്ടത്? ഞാനല്ലേ? ഞാൻ പറയണം ഇതെൻ്റെ മോളാണെന്ന്. അപ്പോഴല്ലേ അതിനൊരു വിലയുള്ളൂ. നീ എന്തുകൊണ്ടത് പറഞ്ഞില്ല? അവളെ കൊണ്ട് പറയിപ്പിച്ചത് നീയല്ലേ? നേരത്തെ പറയേണ്ടതായിരുന്നല്ലോ. അവളിവിടെ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ നീ പറയേണ്ടവരോടെല്ലാം പറയണമായിരുന്നു. അലീന എന്ന പേരുള്ള എൻ്റെ മോളെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാൻ പോവാണെന്ന്. ആ, കൊള്ളാം. അപ്പച്ചൻ തന്നെ ഇത് പറയണം. ഞാൻ ഇക്കാര്യം ആദ്യം അപ്പച്ചനല്ലേ വിളിച്ച് പറഞ്ഞത്. അപ്പം അപ്പച്ചൻ എന്നാ പറഞ്ഞേ? വല്ല നക്കാപ്പച്ചിയും കൊടുത്ത് ഒഴിവാക്കാൻ അല്ലേ? പുനലൂരിൽ നിന്ന് 3-4 ദിവസം മുന്നേ ചാടിപ്പോകുന്നത് എന്തിനായിരുന്നു? അവളെ ഇവിടുന്ന് എവിടേക്കെങ്കിലും നാട് കടത്താനല്ലേ? അവതക്കുട്ടിച്ചായൻ അത് കേട്ടപ്പോഴേക്കും ആകെ ഇല്ലാതായിപ്പോയി. കഴിഞ്ഞതൊന്നും ഇനി ഓർക്കുകയും പറയും വേണ്ട. ഇപ്പം എന്നതാ നിന്റെ പ്രശ്നം? ചിന്നമ്മയായിട്ട് നീ വഴക്കുണ്ടാക്കിയോ? ആ, ചെറുതായിട്ട്. ഞാൻ അവളോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ. പക്ഷേ അവൾക്കതങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അവൾ എന്നോട് വേറെ ചില കാര്യങ്ങളാണ് പറയുന്നത്. എന്നെ പഠിപ്പിക്കാനാ അവളുടെ ശ്രമം. അപ്പച്ചനറിയാലോ എൻ്റെ സ്വഭാവം. അത് ശരി. എന്നിട്ട് എന്തുണ്ടായി? ഒടുവിൽ ആരാ തോറ്റത്? അപ്പനാണോ അത് മകളോ? അപ്പച്ച, നമ്മളെല്ലാം സുഭിക്ഷമായി ജീവിച്ച കാലത്ത് അവൾക്ക് ഓർഫനേജിൽ പട്ടിണിയായിരുന്നു അത്രേ. ഞാൻ അറിഞ്ഞിട്ടാണോ? ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ പട്ടിണി കിടക്കാനും ഓർഫനേജ് താമസിക്കാനും ഞാൻ സമ്മതിക്കായിരുന്നു. ആഹാ, എന്നിട്ട് നീ എന്ത് മറുപടി പറഞ്ഞു അവളോട്? ഞാൻ എന്നാ പറയാനാ? 23 വർഷം അനാഥാലയത്തിൽ ജീവിച്ചവളാ എൻ്റെ മോളെന്ന് പറയുമ്പോൾ പിന്നെ എന്ത് പറയാനാ? 23 കൊല്ലം ജയിലിൽ കിടന്നെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് സഹിക്കാം. ഇതങ്ങനെയല്ലല്ലോ. നമ്മളൊക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നല്ലോ. സ്റ്റാൻലിക്ക് അമർഷം തീരുന്നില്ല. ഓർഫനേജിൻ്റെ പരാമർശം അയാളുടെ നെഞ്ചിൽ കടാര കുത്തിയിറക്കിയ പോലെ അയാൾക്ക് തോന്നി. ഇത് കണ്ട് അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്. വിട്ടുകളയട ലാലിച്ച. ഏതായാലും നിന്റെ മോള് കള്ളത്തരത്തിനൊന്നും കൂട്ടു നിൽക്കില്ല. ആത്മാർത്ഥതയുള്ളവളാ, സ്നേഹമുള്ളവളാ. അങ്ങനത്തെ മക്കളല്ലേ ലാലിച്ച ഒരപ്പന് വേണ്ടത്. അതിൽ നീ ഭാഗ്യം ചെയ്തവനാ. ഏതായാലും ഞാൻ ചെന്ന് അവളോടൊന്ന് സംസാരിക്കട്ടെ. അപ്പനും മോളും വഴക്കിടുമ്പോൾ മധ്യസ്ഥ പറയാൻ ആരെങ്കിലും വേണമല്ലോ. ഇവിടെ അത് ഞാനാ. അതും പറഞ്ഞ് അവതക്കുട്ടിച്ചായൻ അലീനയുടെ മുറിയിലോട്ട് പോയി. തുടർന്നുള്ള കഥാഭാഗങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്